വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർതൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി അർച്ചനയുടെ കുടുംബം. അർച്ചനയെ കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ഹരിദാസ്. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയെയാണ് കഴിഞ്ഞ ദിവസം തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനക്കിലക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്ത വരന്തരപ്പള്ളി പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു. 7 മാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയവിവാഹം. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു. അത്രയും ക്രൂര മനസ്സാവിന്റെ രണ്ടും ഞാൻ പരാതി കൊടുത്തിരുന്നു. എന്നും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല. നിങ്ങളെ വിളിച്ചപ്പോൾ എപ്പോഴും ഭയങ്കര സംശയമാണ് അവന്. എവിടേക്ക് പോകണമെങ്കിലും അവൻ ഉണ്ടാവും കൂടെ, എന്നിട്ട് കൂടെ കൊണ്ടുപോലും ഇതൊക്കെ ഭയങ്കര ഒരു ക്രൂര മനസ്സാണ് അവൻ. കഞ്ചാവ് കേസിലും ഒക്കെ പ്രതിയാന്ന് ഇതൊക്കെ അറിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോളെ നീ ഇതൊന്നും ചെയ്യല്ല, നീ എന്ത് ബുദ്ധിമുട്ടാണ്, നീ വീട്ടിൽ പോകുന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളോട് വന്നില്ലല്ലോ, അവിടെ ഇങ്ങനെയാണല്ലോ വന്ന്. അർച്ചന ഭർതൃവീട്ടിൽ വലിയ തോതിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു. വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഷാരോൺ സംശയത്തോടുകൂടിയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. മകളെ ഒരിക്കൽ അളഗപ്പനഗർ പോളിടെക്നിക്കിനു മുൻപിൽ വെച്ച് മർദ്ദിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ വരണ്ട എന്നുമായിരുന്നു ഷാരോണിന്റെ പ്രതികരണമെന്നും അർച്ചനയുടെ സഹോദരി അനു പറഞ്ഞു. അവളെ വിളിച്ചപ്പോൾ അവളെ തല്ലി എന്നുള്ളത് അറിഞ്ഞിട്ടാ. അതും ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിന്റെ സെക്യൂരിറ്റി ചേട്ടനാണ്. അപ്പം അറിഞ്ഞപ്പോൾ തന്നെ അവളായിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൻ. പിന്നെയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല, ഓൾറെഡി അവൻ്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല അവൻ. തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവൻ എന്നോട് പറയാൻ കൂടി ചെയ്തതാ. അവളെ പൊന്നു. അർച്ചനയുടെ മരണത്തിൽ ശരിയായ അന്വേഷണം നടത്തണമെന്നും ഷാരോണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ചാലക്കുടി ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്.